അവന് വിധിച്ചത് നല്ലൊരു കൊച്ചിനാണെങ്കിൽ അതിനെ കിട്ടിക്കോളും. അല്ലാതെ പിന്നെ വന്നു കയറി എന്നിട്ട് പിന്നെ മുമ്പിക്കാൻ നിൽക്കരുത്. അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, എന്തായാലും അഖിലിന് ദൈവം ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സിന് ആ ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും മേഘ കർമ്മയെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടായത്. പക്ഷേ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പം രണ്ട് വീട്ടുകാർക്ക് ഓക്കെ, പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. ഞാനിവിടെ ഒരു പോസ്റ്റും ഒരു കമന്റും വെക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത്യാവശ്യം അറിയാമെന്ന് വിചാരിക്കുന്നു. അഖിൽ NRD എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. അപ്പം ഷഹലയെ കടത്തി വെട്ടി ഇപ്പം അഖിൽ NRDയുടെ വൈഫ് മേഘ്ന എന്ന് പറയുന്ന ഈ യുവതി ഒളിച്ചോടിയിരിക്കുകയാണ്. ഒരു ബസ്സിലെ കിളിയുമായിട്ടാണ് ഒളിച്ചോടിയിരിക്കുന്നത്. ഷഹല നമുക്കറിയാം, ബാലുശ്ശേരിയിലെ ഷഹല ഒരു പ്രവാസിയെ പറ്റിച്ച് ഒളിച്ചോടിയ ഷഹല 7 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ഒളിച്ചോടി ലാസ്റ്റ് പിടിക്കപ്പെട്ടല്ലോ. അതിനുശേഷം വീണ്ടും ഇത് തുടരുവാണ്. ഇതൊക്കെ എത്ര കണ്ടിട്ടും കൊണ്ടിട്ടും കേട്ടിട്ടും എന്തുകൊണ്ട് ആളുകൾ പഠിക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പം ഈ മേഘ്നയെ പോലെ അല്ലെങ്കിൽ ഈ ഷഹലയെ പോലെയുള്ള ആളുകൾ വെറുക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം ഇതേപോലുള്ള വീഡിയോ 4 പേരിലെത്തിയിട്ട് ഇവരൊക്കെ നാണം കെട്ട് ഉമ്മത്തിരിയാവണം, എന്നാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. എന്നിട്ടും പഠിക്കാത്ത ആളുകളുണ്ട്. അതല്ലേ എനിക്ക് മനസ്സിലാവാൻ സാധിക്കാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള ശാലമാരെയും ഇതുപോലുള്ള മേഘ്നമാരെയും വെറുക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് 10 പേരിലെത്തണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ആളുകളിലേക്കും ഇതൊക്കെ എത്തത്തുള്ളൂ. ഓക്കെ, 1-2 ക്ലിപ്പുകൾ ഞാൻ ഇവിടെ വെച്ചേക്കാം. ഈ മേഘ്ന ഒളിച്ചോടി പോയതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് 1-2 വീഡിയോസ് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ മേഘ്നയെ ന്യായീകരിക്കുന്ന ഷഹല ഒളിച്ചോടി പോയതിനു ശേഷം ഷഹലയെ ന്യായീകരിച്ചുകൊണ്ട് കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതൊന്നും കാണണം. ഇതൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഈ മേഘ്നയെ ന്യായീകരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ന്യായീകരിക്കാം. ഇനി ഇപ്പം കുറേ എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. കുറേ ആളുകൾ പറയുന്നുണ്ട് അഖിൽ NRD ഇതുപോലെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അവനിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരി തന്നെ, അവനിക്ക് ബന്ധമുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് ഇവള് അതിന് ഒത്തുതീർപ്പാക്കിയിട്ട് നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് വേണം പോകാൻ. അത് ഓക്കെ. പക്ഷേ അവനിക്ക് ഈ പറഞ്ഞിട്ടുള്ള വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട്, സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ഒരുത്തനുമായിട്ട് ഒളിച്ചോടി പോകേണ്ട കാര്യം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം പഴങ്ങഞ്ഞിയും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതൊക്കെ കഴപ്പാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തായാലും ഇതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൾ അന്തസ്സോടുകൂടി നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞാണ് പോയതെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഈ ബന്ധം ഒഴിയാതെ ഒരുത്തനെ കെട്ടിയവനാക്കി വെച്ചുകൊണ്ട് തന്നെ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചൂടി പോയതിൽ ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, അതിനെ ന്യായീകരിക്കാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങളൊന്ന് പറ, ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അവനിനി എത്ര തോന്നിവാസിയാണെങ്കിലും എത്ര സ്ത്രീകളുമായിട്ട് അവനിക്ക് ബന്ധമുണ്ടെങ്കിലും ഇങ്ങനാണോ ചെയ്യേണ്ടത്? നിയമപരമായിട്ട് നമ്മളിവിടെ നിയമവും കാര്യങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് പബ്ലിക്കിൽ വന്ന് പറയണം ജനങ്ങളെടുത്ത്, ഇതുപോലെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് പാട്ടിന് പോകണം. അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അതുകൊണ്ടാണ് പോയത് ഇതുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും അവൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. നമുക്കറിയാം, ലക്ഷങ്ങൾ മുടക്കി നടത്തിയൊരു കല്യാണമാണ്, നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ. ഓക്കെ, എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം വെച്ചൊരു കമൻറ്റ് ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട്. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. സോറി, ഞാൻ ആദ്യം കിളിയെന്നാണ് പറഞ്ഞത്, ബസ് ഡ്രൈവർ ആണെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 2 കൂട്ടുകാരെയും നൂറനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു. നാണമില്ല ഇങ്ങനെ വന്നിരുന്നിട്ട് ന്യായീകരിക്കാം? അവനക്ക് ഇനി വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതാണോ പൊതുസമൂഹത്തിന് നിങ്ങളൊക്കെ കൊടുക്കുന്ന മെസ്സേജ്? നിങ്ങളെയൊക്കെ വീഡിയോ കണ്ടിട്ട് എത്ര ആളുകൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്, നിങ്ങളെയൊക്കെ എത്ര ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നീയൊക്കെ കൊടുക്കേണ്ട മെസ്സേജ് ഇതാണോ? ഈ മേഘ്നയുടെ അടുത്താണ് ഞാൻ പറയുന്നത്. നീ കൊടുക്കേണ്ട മെസ്സേജ് ഇതാണോ? നാളെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇത് ചെയ്താൽ മതിയോ? അല്ലെ കെട്ടിയവൻ അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡിന് വേറെ അഫെയർ ഉണ്ടെങ്കിൽ വേറൊരുത്തിനെ കണ്ടെത്തി പോയാൽ മതിയോ? അതാണോ നിങ്ങൾ കൊടുക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എനിക്കിതിലൂടെ പറയാനുള്ള, ഇവരെയൊന്നും ഒറ്റ വീഡിയോസ് ജനങ്ങൾ കാണല്, ഇതാണ് ഇവരെയൊക്കെ മനസ്സിലിരിപ്പെന്ന്
തനി നിറമെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, വേറെ ഗേൾസായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ രണ്ട് കൂട്ടരും അവർ അവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചത്. അവൻ അവൻ്റെ വഴിക്ക് പോയിട്ടില്ല. അവൻ ഈ പറഞ്ഞിട്ടുള്ള അവനുമായിട്ട് എന്തെങ്കിലും ഒത്തുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിയമപരമായിട്ട് പോകണം. അങ്ങനെയായിരുന്നു വേണ്ടത്. ഓക്കെ, ഇനി ഞാനിവിടെ 1-2 വീഡിയോസ് ഇവിടെ വെച്ചുതരാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം ഞാൻ അഖിലിൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ ചെറിയൊരു ഭാഗം വെച്ചുതരാം. ഇതും ലവ് മാരേജ് ആയിരുന്നു. ഇവർ മുമ്പേ പരിചയപ്പെട്ടിട്ടായിരുന്നു വിവാഹം കഴിച്ചത്. അതൊക്കെ ഞാൻ വെച്ചുതരാം. അത് അഖിൽ തന്നെ പറയുന്നുണ്ട്. അതിന് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്ലിപ്പ് ഞാൻ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാടിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടി പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡായിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽ ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടുവരാനും പറ്റത്തില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തേലും കടുങ്കൈ ചെയ്തോ, ശരിക്കും എന്താണ് പറ്റിയതെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ എന്താ അല്ലേ അവൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇനി അവൻ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവനിക്ക് ഇനി വേറെ ആളുകളായിട്ട് ബന്ധമുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിയമപരമായിട്ട് അത് പോയാൽ പോട്ടെ. ഇതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഇതിനെ എങ്ങനെ മേഘ്നയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. നിയമപരമായിട്ട് ബന്ധമൊഴിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തെളിവ് സഹിതം, തെളിവില്ലാതെ നമ്മളാരും വിശ്വസിക്കത്തില്ല, പക്ഷേ തെളിവ് സഹിതം ഇതൊക്കെ കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മേഘ്നയെ സപ്പോർട്ട് ചെയ്ത് തന്നെ. പക്ഷേ എന്തുകൂടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഒന്ന് ആലോചിക്കും. ഇവനിക്ക് ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരുത്തിൻ്റെ കൂടെ, അതും കല്യാണം കഴിച്ച ആളുകൾ ഇറങ്ങി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആര് ന്യായീകരിച്ചാലും ഞാൻ ന്യായീകരിക്കത്തില്ല. ഇത് ഷഹലയുടെ വേറൊരു ഷഹല തന്നെയാണ് ഈ മേഘ്ന, അതിനകത്ത് യാതൊരു സംശയമില്ല. അവിടെ പ്രവാസി, ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള നാട്ടിലൊരു യൂട്യൂബർ അഖിലനാടി. ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. എൻ്റെ പൊന്ന് സ്ത്രീകളെ, നിങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുന്നേ അങ്ങ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് മറ്റൊരുത്തിൻ്റെ ജീവിതവും കൂടെ ഇല്ലാതാക്കി അവനെ മുമ്പിച്ചിട്ട് പോകുമ്പോൾ തകരുന്നത് അവൻ്റെ ലൈഫാണ്. അത് സ്ത്രീകളെ നിങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ അവൾ കടന്ന് ഓരോ ഇല്ലാത്ത ന്യായങ്ങളും കള്ളങ്ങളും ഒക്കെ പറയുമായിരിക്കും. അഖിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അഖിലിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും അവളെ വീട്ടുകാർക്ക് പോലും വേണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവളുടെ വീട്ടുകാർ അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ്. ഞാൻ പറഞ്ഞില്ല, അമ്മ ടീച്ചർ, അച്ഛൻ അഡ്വക്കേറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം സെറ്റാണ്. സോ ഇനി അവൾ മടങ്ങി വന്നാൽ പോലും അവർക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കോളനി ആയിട്ടുള്ള ഒരുത്തനോടാണ് പോയെന്നാണ് അറിഞ്ഞത്. സോ അങ്ങനെയുള്ള ഒരുത്തനോടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് ഇനി എന്താകും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചറിയണം. അവൾ പോയി. കാരണം അഖിലിനെ നമുക്കറിയാം, നേവിയിലുള്ള ജോലി ഉപേക്ഷിച്ച് ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലോട്ട് വരണമെന്നുള്ള ഗട്ട്സ് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്ത് വരും. കാരണം 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല. അതും അത്രയ്ക്ക് നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന് ഈ ഒരു ലെവലിൽ അവൻ എത്തണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവന് മഹാരാജാസ് എന്ന് പറയുന്ന ഒരു സിനിമ വരെ ഇറങ്ങി. ഓക്കെ, എന്നിട്ട് ഇവളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടിട്ടാണ് ഈ പോകുന്നതെന്നുള്ളതാണ്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഓക്കെ, ഈ വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന കുറേ മൈരന്മാരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ വിളയ്ക്കാൻ വേണ്ടി മാത്രം നടക്കുന്നു. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒരുവിധം ഈ ബസ്സിലുള്ളവന്മാരൊക്കെയാണ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കണ്ണും കാണിച്ച്
എന്തായാലും ഇവളുമാർക്ക് എന്തേലും ഒരു കാര്യം നമ്മൾ സ്ത്രീകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അതിൽ പിടിച്ച് ഇവന്മാരെ കയറും, അതിൽ പിടിച്ച് കയറി വളച്ചെടുക്കും. ഓക്കെ, ഇവന്മാരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ഉറപ്പായിട്ടും വലിച്ചെറിയും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അല്ലാതെ ആത്മാർത്ഥ സ്നേഹമോ കോപ്പോ മണ്ണാങ്കട്ടയോ ഒന്നുമല്ല. ഓക്കെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരു ഭർത്താവ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം പെണ്ണ് കാണാൻ എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ വെച്ചേക്കുന്നതിനാണ്. അതിന് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ ബന്ധം ഉണ്ടെന്നുള്ളത് അതങ്ങ് തുറന്ന് പറയുക, ഓപ്പണായിട്ടങ്ങ് പറയുക. ഓക്കെ, അത് ആ ചെറുക്കനിപ്പം പെണ്ണ് കാണാൻ വന്ന ചെറുക്കനിപ്പം നിങ്ങളെ കെട്ടത്തൊന്നുമില്ല, അവനങ്ങ് പൊയ്ക്കോളും, അവൻ്റെ വഴിയെ പൊയ്ക്കോളും. അവന് വിധിച്ചത് നല്ലൊരു ഉച്ചനാണെങ്കിൽ അതിനെ കെട്ടിക്കോളും. അല്ലാതെ പിന്നെ വന്ന് കയറി എന്നിട്ട് പിന്നെ ഊമ്പിക്കാൻ നിൽക്കരുത്. അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, എന്തായാലും അഖിലിന് ദൈവം ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സിന് ആ ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും മേഘ, കർമ്മയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മോളെ നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഓക്കെ, അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അങ്ങനെ വേണം. ഇതുപോലെ തോന്നിവാസം കാണിച്ചിട്ട് കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കെട്ടിച്ചു വിട്ടിട്ട് ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് എനിക്ക് അത്യാവശ്യം ഉള്ളതായിരിക്കും. കാരണം അച്ഛൻ അഡ്വക്കേറ്റും അമ്മ ടീച്ചറും അല്ല, അപ്പോൾ അത്യാവശ്യം വരുമാനം ഉള്ളതായിരിക്കും. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഗുഡ് ബൈ സലാം പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കണമെന്ന് പറയും. അങ്ങനെയാണ് വേണ്ടത്. ഇവൾമാരൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ, മറ്റേ നായ്ക്കാട്ടൻ്റെ ആവിയുടെ ശാല ഇറങ്ങിപ്പോയിട്ട് എത്ര ദിവസം അവൻ 5 ദിവസം അവിടെയൊക്കെ കൊണ്ട് കറങ്ങിയിട്ട് ലാസ്റ്റ് അവൻ മടുത്തപ്പോഴത്തേക്ക് അവൻ കളഞ്ഞിട്ട് അവൻ്റെ പാട്ടിന്. ഇപ്പോൾ ആർക്കാണ് ജീവിതം പോയത്? ആർക്കാണ് ജീവിതം പോയത്? ഇതുപോലുള്ള ശാലമാർക്കും യജ്ഞമാർക്കുമാണ് ജീവിതം പോകുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത്രയൊക്കെ കണ്ടിട്ടും കൊണ്ടിട്ടും നിങ്ങളെ കയ്യിൽ ഇത്രയും സാങ്കേതിക വിദ്യ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, എന്നാലും 10 പേരിലേക്ക് ഇതൊക്കെ എത്തത്തുള്ളൂ. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കണം. ഇനി അഖിൽ NREയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം. അതും കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ നമുക്കത് അറിയിക്കാൻ പറ്റത്തില്ല, അത്രമാത്രമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഡെയിലി ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ് അവൻ. അവൻ്റെ വീഡിയോ ഞാൻ കാണക്കില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് കാണുന്നതാണ്. പക്ഷേ ഒരുപാട് ആളുകൾ ചിലപ്പോൾ അത് അവൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള റിലാക്സ് ആവുന്ന ഒരുപാട് ആളുകൾ കാണുമായിരിക്കാം. അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇവള് കാരണം അവൻ്റെ ഒരു ജീവിതം തന്നെ നശിപ്പിച്ച് നാറായണക്കല്ലാക്കി എന്നാണെങ്കിൽ പറയാം അല്ലേ. ഈ വീഡിയോയിൽ ഈ ചങ്ങായി പറഞ്ഞ പോലെ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്? സിംഗിളായിട്ട് ജീവിച്ചുകൂടെ? ഈ പറഞ്ഞിട്ടുള്ള കല്യാണം, വിവാഹം, ബന്ധം വെറുത്ത് ജീവിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അങ്ങനെ ജീവിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? എന്തിനാ മറ്റുള്ളവരെ കൂടെ ഭാവി തകർക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോൾ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയിൽ എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും അല്ലേ, ആവാൻ പറ്റും. ഓക്കെ, എന്താല്ലേ അങ്ങനെ ഇവരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതെന്നാണ് പറഞ്ഞത്. എന്ത് കാര്യം, എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. സ്നേഹിച്ചിട്ടും പ്രയോജനമില്ല, അറേഞ്ച് മാരേജ് നടത്തിയിട്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് ഉള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലൂടെയൊക്കെ പോകാനുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും അവന്മാർക്കോ അവന്മാർക്കോ പോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് അന്തസ്സോടുകൂടി ഇറങ്ങി പോവുക. അല്ലാതെ ഇതുപോലെ തോന്നിവാസം കാണിക്കുമല്ലോ വേണ്ടുന്നത് അല്ലേ? ഈ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ട, തൊല്ലയില്ല. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇത് പിന്നെ കേസും വക്കാണവും കോടതിയായിട്ട് പിന്നെ അതിൻ്റെ വിറക്കെ ഇങ്ങനെ നടക്കണം.
അതിനേക്കാളും നല്ലത് അന്തസ്സായിട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇറങ്ങിപ്പോയിക്കൂടെ. ഇതിപ്പോൾ ഇവിടെ വീട്ടുകാർക്കും വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വേണം, വീട്ടുകാർ അങ്ങനെ വേണം. വീട്ടിലും കയറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഇവനും പിന്നെ തിരിച്ച് ഇതുപോലുള്ള സാധനം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി വന്ന് സ്വീകരിക്കാൻ നിൽക്കില്ല. ഇനി ഞാൻ ഇവരെ കല്യാണം കൂടെ ഒന്ന് വെച്ച് തരാം. നിങ്ങൾ നോക്കി എന്തൊരു ആർഭാടകരമായിട്ടാണ് ഒരു കല്യാണം നടത്തുന്നത്. അങ്ങനെ നടത്തിയൊരു കല്യാണമാണ് ഇവർ രണ്ടുപേരെയും കല്യാണം. ഒന്ന് കണ്ടു നോക്കേ. ഓക്കെ, കണ്ടില്ലേ എന്തിൻ്റെ കേടാണ്, എന്തിൻ്റെ കഴപ്പാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ടീംസിനെയൊക്കെ വെറുക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.